ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ തരംഗമായി നിൽക്കുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസർ അഖിലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഘയുടെയും ഒളിച്ചോട്ടമാണ്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും എനിക്കെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പറയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേഘയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവരുടേതായ എല്ലാ അവകാശങ്ങളുമുണ്ട്. അവർ ആർക്കൊപ്പം ജീവിക്കണം എന്നുള്ളതിന് തീർച്ചയായും എല്ലാ സ്ത്രീകൾക്കും അവരുടെ ഇഷ്ടം തിരഞ്ഞെടുക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. പക്ഷേ നമ്മളത് ആ അധികാരം അല്ലെങ്കിൽ ആ അവകാശം നമ്മൾ നേടിയെടുക്കുന്നതിന് മുമ്പായി നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഈ തീരുമാനം കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ ആ സ്വന്തം തീരുമാനം തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് ഒന്ന് ചിന്തിക്കേണ്ടതായുണ്ട്. ഈ ഒരു തീരുമാനം കൊണ്ട് ആ വ്യക്തിയുടെയും ആ കുടുംബത്തിൻ്റെയും എങ്ങനെ ഇതൊക്കെ ബാധിക്കും എന്ന് തിരിച്ചറിയാനുള്ളൊരു കഴിവ് കൂടി, അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ളൊരു ബോധം കൂടി ഈ സ്വന്തം ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് സ്വയം തീരുമാനിക്കുന്ന ഓരോ വ്യക്തികൾക്കും, അതിപ്പോൾ മേഘ എന്നല്ല വേറെ ഏത് വ്യക്തിയാണെങ്കിലും അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് ആ ഒരു തീരുമാനത്തിലേക്ക് പോകാവൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിന്നെ ഈ വിഷയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, അഖിലിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മേഘയുടെ ഭാഗത്തു നിന്നോ ഒരു ഇതും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കാര്യം അവർ ഇതുവരെ വന്ന് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗത്തിലോ അവർ ഇതുവരെ പ്രതികരിച്ചതായി നിലവിൽ ആർക്കും യാതൊരു അറിവുമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. പുറത്തു വരിക തന്നെ ചെയ്യും. എന്തായാലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. ഈ സത്യങ്ങളൊക്കെ അവർ തന്നെ വന്ന് അവർ നേരിട്ട് നമ്മളിലേക്ക് അറിയിക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ സംഭവം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. അതുവരെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഈ ഓരോരോ റീച്ച് ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നേടാനും വേണ്ടി പലരും ചെയ്യുന്ന പ്രവൃത്തികളും, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കണമെന്നില്ല. അതെല്ലാം മാറി മറിഞ്ഞേക്കാം. അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത കാണുന്നത്. ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊന്നും അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്. ആ വ്യക്തികൾ തന്നെ വന്ന് പറയുമ്പോഴാണ് ആ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എന്തായാലും മേഘ എന്ന വ്യക്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, സത്യം പറഞ്ഞാൽ അഖിലിൻ്റെ കൂടി കൂടിയതിന് ശേഷമാണ് മേഘ പ്രശസ്തയായതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അല്ലാതെ മേഘയ്ക്ക് അങ്ങനെ അധികം ഫോളോവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കാരും മനസ്സിലാക്കിയിരുന്നിട്ടില്ല ആ കുട്ടിയെ. എന്തായാലും മേഘ തിരഞ്ഞെടുത്ത വഴി തീർത്തും അഭിനയമാണ്. നമുക്ക് തീർത്തും ഒരു ഔചിത്യപരമായൊരു രീതി ആയിരുന്നില്ല അത്. മേഘയ്ക്ക് സംസാരിക്കാമായിരുന്നു, അഖിലിനോട് സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കുടുംബത്തോട് സംസാരിക്കാമായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കോടതി മുഖാന്തരം ഒരു ഡൈവോഴ്സൊക്കെ അയച്ച് ഈ കാര്യം നല്ല വൃത്തിയായി തന്നെ പരിഹരിക്കാമായിരുന്നു. അപ്പോൾ ഈ അഖിലെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, അതായത് ഇത്രയധികം ഫേമസ് ഉള്ളൊരു വ്യക്തി, തികച്ചും മാന്യനായി എന്ന് നമുക്ക് തോന്നിക്കുന്ന അഖിൽ എന്നൊരു വ്യക്തിക്ക് ഇത്രയും മാനസിക സംഘർഷങ്ങൾ കൊടുക്കാതെ തന്നെ, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ഇത്രയും മാനസിക സംഘർഷങ്ങൾ കൊടുക്കാതെ തന്നെ മേഘയ്ക്ക് ഈ കാര്യങ്ങൾ നിസ്സാരമായി പരിഹരിക്കാമായിരുന്നു. ഒരു ഡൈവോഴ്സ് നോട്ടീസ് അയച്ച് അല്ലെങ്കിൽ ആ ലീഗൽ നടപടികളുമായി മുന്നോട്ട് പോയി ഈ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കാമായിരുന്നു. അതായിരുന്നു വേണ്ടത്. പക്ഷേ എന്തോ അറിയില്ല, ഇപ്പോഴത്തെ ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇനി മേഘയും അഖിലും കൂടെ വന്ന് തന്നെ ഇതിനൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. ക്ലാരിറ്റി വരുത്തുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അതുവരെ കാണുന്ന ഈ അഭിപ്രായങ്ങളോടൊന്നും നമുക്ക് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. എല്ലാവരും ഓരോരോ ആൾക്കാരുടെ സൈഡ് പിടിച്ച് ഓരോരോ വാദങ്ങളുമായി എത്തുന്നുണ്ട്. അത് ഇത്രയൊക്കെ സത്യമാണെന്ന് ഇനി വരും ദിവസങ്ങളിൽ മാത്രം നമുക്കറിയാം.